നിങ്ങൾ നോക്ക്, ഖുതുബ പ്രസംഗാണ്, പ്രസംഗം തിരിയേണ്ടതാണ്, അപ്പം മലയാളത്തിലായാൽ മതി എന്നുള്ളടത്ത് ബുദ്ധി ഫുൾ സ്റ്റോപ്പ് ഇടാൻ പാടില്ല. അതുകൊണ്ടാണ് ഹമീദ് ജയനമംഗലൂർ എന്ന് പറയുന്ന യുക്തിവാദി പണ്ട് മടവൂരി പെണ്ണുങ്ങൾ കോഴിക്കോട് സമ്മേളനം നടത്തിയിട്ട് ഒരു പ്രസ്താവന ഇറക്കി, കേരളത്തിലെ എല്ലാ പള്ളികളുടെയും വാതിൽ ഞങ്ങൾക്ക് തുറന്നു തരണം. ഓൽക്ക് നിരങ്ങാനുള്ള പള്ളി ഓലെന്നെ ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ എന്തിനാ ഓല ഈ പ്രസ്താവന നടത്തുന്നത്? നമ്മളെ സുന്നിപ്പള്ളിന്റെ വാതിൽ ഓൽക്ക് തുറന്നു കൊടുക്കും വിചാരിച്ചിട്ടല്ല, പിന്നെ സുഹൃത്തുക്കളെ നിർമ്മിതവാദികളുടെ കൈയടി കിട്ടാനാണ്. അന്ന് ഹമീദ് ജയനമംഗലൂർ എന്ന് പറയുന്ന യുക്തിവാദി മാതൃഭൂമി ആഴ്ച പതിപ്പിൽ ലേഖനം എഴുതിയിട്ട് തിരിച്ചു പറഞ്ഞത് എന്താണ്? നിങ്ങൾ അങ്ങനെ നവോത്ഥാന നായകരാകൊന്നും വേണ്ട, നിങ്ങളും കാന്തപുരം വല്ല വ്യത്യാസമൊന്നും ഞങ്ങൾ കാണുന്നില്ല. എന്താ കാരണം? കാന്തപുരം ഉസ്താദിന്റെ പള്ളിയിൽ ഇപ്പോഴും പെണ്ണുങ്ങൾ പള്ളിക്ക് പുറത്താണ്. വഹാബികളുടെയും മൗദൂദികളുടെയും പള്ളിയിലും പെണ്ണ് പുറത്താവും കരക്കലാണ്. ഹമീദ് ജയനമംഗലൂർ വീണ്ടും എഴുതി, കാന്തപുരത്തിന്റെ പള്ളി മിഹ്റാബുകൾ എത്രത്തോളം പുരുഷ മേധാവിത്വമുള്ളതാണോ അത്രത്തോളം മുജാഹിദിന്റെയും ജമാഅത്തിന്റെയും പള്ളി മിഹ്റാബുകളും മിമ്പറുകളും പുരുഷ മേധാവിത്വമുള്ളതാണ്. അതും യാഥാസ്ഥികത്വമാണ്. നവോത്ഥാനവും സമത്വവും ആകണമെങ്കിൽ എന്ത് വേണം? മുക്രിച്ച ആണാണെങ്കിൽ ഖതീബിച്ച പെണ്ണാകണം, ഖതീബിച്ച ആണാകണമെങ്കിൽ മുക്രിച്ച പെണ്ണാകണം, എന്നാലേ നവോത്ഥാനമാകുള്ളൂ. അന്ന് ഹമീദ് ജയനമംഗലൂർ എഴുതി. സുഹൃത്തുക്കളെ, മെല്ലെ മെല്ലെ അതിലേക്ക് കാര്യങ്ങൾ അടുത്തു പോകാൻ അല്ലേ? മുജാഹിദുകൾ മൂക്കാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരുപക്ഷേ പിന്നെ അതേ പെണ്ണുങ്ങൾ ഒരു പ്രസ്താവന ഇറക്കി, എല്ലാ പള്ളി കമ്മിറ്റിയിലും പെണ്ണുങ്ങളെ ഉൾപ്പെടുത്തണം. ഇവിടെ ആണുങ്ങൾ യോഗം കൂടിയിട്ട് തന്നെ കാര്യം മട്ടം പോലെ ആയി കിട്ടുന്നില്ല. ഇനി ആ കൂട്ടത്തല്ലേക്ക് ഈ പെണ്ണുങ്ങളെയും കൂടി കൊണ്ടുവന്നാല് പായാൻ സ്ഥലം ഉണ്ടാവില്ല. അതാണ് ഇപ്പൊ മുജാഹിദ് പള്ളി കമ്മിറ്റിന്റെ ഒക്കെ സ്ഥിതി. അപ്പോ സുഹൃത്തുക്കളെ, ഇങ്ങനെയുള്ള വാദങ്ങളുമായി വന്നു. പക്ഷെ അപ്പോഴും ഹമീദ് ജയനമംഗലൂർ പറഞ്ഞ മാതിരി വഹാബികളുടെയും മൗദൂദികളുടെയും പള്ളിക്ക് പുറത്തായിരുന്നു പെണ്ണുങ്ങളുടെ സ്ഥാനം. നമ്മളെ പള്ളിയും മുജാഹിദ് ജമാഅത്തിന്റെ പള്ളി ഒന്നും നോക്കിയാൽ വലിയ വ്യത്യാസമല്ല. ഔത്തേ പള്ളിയിൽ ഒരു പെണ്ണിനെയും കാണൂല, മിഹ്റാബിൽ ഒരു പെണ്ണിനെയും കാണൂല, മിമ്പറും ഒരു പെണ്ണിനെയും കാണൂല, അതുപോലെ ബാങ്ക് കൊടുക്കണത്ത് ഒരു പെണ്ണിനെയും കാണൂല. ഇങ്ങനെ വന്നപ്പോ അബ്ദുസ്സലാം സുല്ലമി എന്ന് പറയുന്ന മടവൂരി മൂത്ത മുജാഹിദിന് ഒരു ആഗ്രഹം, അല്ലെങ്കിൽ ഒരു പിരാന്ത്. എന്താ മൂപ്പര് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ ഇങ്ങനെ ആണിന്റെയും പെണ്ണിന്റെയും ഇടയിലും മറയൊന്നുമില്ല. ആ മരയൊക്കെ നമ്മൾ ഉണ്ടാക്കിയ ഫസാദാണ്. മൂപ്പരെ പറച്ചിൽ കേട്ട അപ്പം മുജാഹിദീങ്ങൾ JCB ഉണ്ടെന്ന് ആ ചുമര് പൊളിച്ചണം. എന്തേ? ആണിന്റെ പെണ്ണിന്റെ ഇടയിലുള്ള മറക്കെതിരെ സലാം സുല്ലമിയുടെ പടപ്പുറപ്പാട്. ബുഖാരി മുസ്ലിം ഈ സന്ദർഭത്തിൽ വരെ വീട്ടിൽ നിന്ന് നിസ്കരിച്ചു ഉത്തമെന്ന് പറഞ്ഞാൽ അതിന് മറ വരട്ടില്ല. അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിലും മറ ഉണ്ടായിട്ടില്ല. എന്തേ കാരണം? അള്ളാന്റെ ഹബീബിന്റെ പള്ളിയിൽ ഒരു കാലത്ത് പെണ്ണ് വന്നിക്കണ്, അങ്ങാടിയിലും മാർക്കറ്റിലും പരപുരുഷരുമായി വന്നതുപോലെ. എന്നാ പിന്നീട് ആണുങ്ങളും പെണ്ണുങ്ങളും മറയണമെന്ന മതവിധി വന്നപ്പോ ആണുങ്ങളിൽ നിന്ന് പെണ്ണുങ്ങൾക്ക് മറഞ്ഞ് മസ്ജിദുൻ നബവിയിൽ നിസ്കരിച്ചാൻ ഒരു പ്രത്യേക കമ്പാർട്ട്മെന്റ് ഉണ്ടാക്കാതെ അള്ളാന്റെ ഹബീബ് ഈ ഉമ്മത്തിലെ ഉമ്മമാരോട് പറഞ്ഞു, ബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, ഇനി നിങ്ങൾ ഇവിടെ മറകെട്ടിയിട്ട് അടങ്ങാറാകണ്ട, ഇതിനേക്കാളും കൂലി നിങ്ങൾക്ക് നിങ്ങളുടെ വീടിന്റെ ഉള്ളറയിലുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പോ മൗലവി പറയാണ്, അള്ളാന്റെ ഹബീബിന്റെ പള്ളിയിൽ പെണ്ണുങ്ങൾക്ക് മറ ഉണ്ടായിട്ടില്ല, പെണ്ണുങ്ങളും ഉണ്ടായിട്ടില്ല, മറയണമെന്ന് വന്നതിന്റെ ശേഷം. ഇത് നമ്മളൊരു വിദ്യാർത്ഥാണ് പെണ്ണുങ്ങളെ പ്രത്യേകം കൂട്ടിൽ മറന്റെ ഉള്ളിലാക്കിയത്. അതെ, ആ കൂടും മുജാഹിദ് പള്ളിക്കത്തെ പെണ്ണുങ്ങളുടെ കമ്പാർട്ട്മെന്റ് ആകുന്ന പെൺകൂടും ആ കൂട്ടിന്റെ ഉള്ളിലെ പെണ്ണുങ്ങളും ബിദ്അത്താണ്, രണ്ടും ബിദ്അത്താണ്. നേരെ പുരുഷന്റെ പിന്നെ തന്നെയാണ് സ്ത്രീകൾക്ക് സ്ഥലത്താക്കിയത്. കാരണം ഖതീബിനെ കണ്ടേ. അതെ, നേരെ എന്ത് ചെയ്യണം? പാസ് ചെയ്യണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അത് കണ്ടാൽ ശരിയാ, വലിയ ഉറക്കൊന്നും വരൂല. പക്ഷേ നിങ്ങൾ ആലോചിച്ചു നോക്ക്, മുജാഹിദ് മൗലവിമാർ പറഞ്ഞ് എവിടെത്തി? ഏതോ ഒരു ജാമിദായ താത്താന്റെ പിന്നാലെ പോണമെന്നില്ല, മൂത്തക്കാക്കാര സ്വഭാവം അത്. പിന്നെന്തിനാ നമ്മൾ ആരോ കൊണ്ടെടുക്കണ താത്താന്റെ പിന്നാലെ പോണേ? സുഹൃത്തുക്കളെ, മൂപ്പര് പറയണ്, ഔത്തേ പള്ളി തന്നെ ഖതീബിന്റെ മുന്നിൽ തന്നെ വേണം. ഇപ്പൊ ഞാൻ ഒരു പള്ളിയിൽ 50 കൊല്ലം ഇമാമ് കുത്തുപോതിയാൽ പെണ്ണുങ്ങൾക്ക് ഏതാ നമ്മളെ ഖതീബ് എന്ന് അറിയില്ല. അതെ, 50 കൊല്ലം കുത്തുപോതിയിട്ട് താടി മുടി നരച്ചെന്നല്ലാതെ ഒരു ഇത്താത്താനെ പരിചയപ്പെടാൻ കൂടിയില്ല എന്നാണ് പറയുന്നത്. ഈ സംവിധാനം തന്നെ വിധാത്ത. JCB അപ്പൊ കൊണ്ടൊന്ന് പൊളിച്ചണ ചുമര്, അജാതി ഈറിയാണ്. നേരെ മറിച്ച് ഹജ്ജിലൊക്കെ നോക്കി നിങ്ങൾ കഅബ തവാഫ് ചെയ്യും ആണും പെണ്ണും ഒന്നിച്ചല്ലേ. എത്ര മട്ടായി ഔത്തേപ്പള്ളിയിലെ സൊഫ്. 10-50 ആണെങ്കിൽ പെണ്ണി തൊടേണ്ടി വരെ വരും. അടച്ചോനെ പേടില്ലെങ്കിൽ തോണ്ടും ചെയ്യാം, ഓന്ന് മുറിയില്ലല്ലോ. പ്രത്യേക സ്ഥലമുണ്ടോ? മുസ്ദലിഫിൽ രാത്രി കടന്നുറങ്ങുക. അതെ, ഇനി പായും തൽക്കണിയും പോരെ.
സഹോദരന്മാരെ, തെളിവിപ്പ് എന്തിനൊക്കെയായി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇതൊരു ജാമിദന്റെ കഥയല്ല. യഥാർത്ഥത്തിൽ ഇവിടെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നതാരാണ്? വഹാബികളാണ്. അതുകൊണ്ട് തന്നെ ഉണ്ടായ മുസീബത്ത് എന്താ? ഈ പെണ്ണുങ്ങളെ ഔത്തേപ്പള്ളി കൊണ്ടുവന്നിട്ടില്ല. മിമ്പർമെന്ന് നേരെ നോക്കിയാൽ കാണുന്ന ബാൽക്കണിയിൽ താത്താരെ കുത്തിരിച്ചതുകൊണ്ട് തന്നെ മൗലവിമാര് മിമ്പർമക്ക് മര്യാദയ്ക്ക് കേറുന്നില്ല എന്നാണ് സക്കരിയ സ്വലായി പരിതപിക്കണേ. ഇപ്പൊ ഈ ഖത്തീബന്മാരൊക്കെ ഇങ്ങനെ ഫാൻ്റെ ഒക്കെ ഇൻസൈഡ് ആക്കി ഔറത്തൊക്കെ പ്രൊജക്ട് ചെയ്തിട്ടാണ് മിമ്പർമ കയറുന്നത് എന്നാ പറയുന്നത്. കാരണം ഈ സൂട്ടബിൾ ആണ്, ഈ കാണലാണ് അതിന്റെ മുറാദ്. സക്കരിയ സ്വലായിയുടെ പരിതപിക്കലൊക്കെ നിങ്ങള് ആലിമീങ്ങൾ വക്കാറിലും ഹൈബത്തിലും കന്തൂറയിട്ട് ഒരു തലപ്പാവ് വെച്ച് അതിന്റെ മുകളിൽ ഒരു ഒല്ലിയിട്ട് ആ വെള്ളിയാഴ്ചയുടെയും മിമ്പറയുടെയും ആ ദിവസത്തിന്റെയും മഹത്വം പ്രകടിപ്പിച്ച് മിമ്പറയിൽ കയറിയതിനെ പരിഹസിച്ച് വെള്ളിയാഴ്ചയെ മീറ്റിംഗും തറപ്രസംഗവുമാക്കിയ വഹാബികൾ ഇപ്പൊ കുമ്പസരിക്കുന്നതാണ് ആ കാണുന്നത്. പക്ഷെ ഉറങ്ങാനായിട്ട് ചാരിയിരിക്കാണ് ചില ആളുകൾ. എവിടെ? വഹാബി പള്ളിക്ക് മുമ്പ് വരെ പറഞ്ഞിരുന്നത് ഖുതുബ അറബിയിലായതുകൊണ്ട് നാട്ടുകാർ ഉറങ്ങാൻ പോലും നന്നാവൂല എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ പറഞ്ഞാണ്. അത് മാത്രല്ല, ഖുതുബകളൊക്കെ ഒരു ചടങ്ങായി മാറിയില്ലേ? ഇപ്പോഴല്ല, അത് തുടങ്ങിയപ്പോ തന്നെ അങ്ങനെ ഞങ്ങൾ തുടങ്ങി. ഇപ്പൊ എന്താ നമ്മളെ പള്ളിയോട് നടക്കുന്നത്? പണ്ട് നടന്നത് തന്നെ. അറിവുള്ളവരൊക്കെ ഖുതുബിൽ നിന്ന് ഇറക്കിയിട്ട് ചെക്കന്മാരെ കയറ്റുക. അതെ, അറിവുള്ളവരെ അറബിയിലേ കിട്ടുള്ളൂ, ഈ തോന്നിയാസത്തിന് കിട്ടൂല. ജാഹിലികൾ ജാമീന് വരുന്ന ചെക്കന്മാരെ കയറ്റുക. എന്നിട്ട് എന്തെല്ലോ വിളിച്ചു പറയാ. ആളുകൾ ചോദിക്കാം, മുജാഹിദുകൾ അല്ലാത്ത ആളുകൾ ചോദിക്കാം, ഈ മിമ്പറക്കും ഖുതുബക്കൊക്കെ ഒരു ബലിന്നലി ഞങ്ങളൊക്കെ കൽപ്പിക്കുന്നുണ്ട്, അത് നിങ്ങളിപ്പോ തീരെ ഇല്ലാണ്ടാക്കിയോ? ഇപ്പോഴല്ല, ഇത് മീറ്റിംഗ് ആക്കിയപ്പോ തന്നെ നിങ്ങൾ ഇത് ഇല്ലാതെയാക്കി. ഒരുത്തം വരുന്നുണ്ടാവില്ല, തെങ്ങുമ്പോ കയറാൻ വരുന്ന വാര്യ വരിക, പാന്റൊക്കെ ഇൻസർട്ട് ആക്കി തിരികി ബെൽറ്റൊക്കെ കെട്ടിയ ഔറത്തൊക്കെ ഇങ്ങനെ പ്രൊജക്ട് ചെയ്തിട്ട് മിമ്പറമ്മക്കാണ് കയറുക. എന്താ കാരണം? മുറാദ് ഖത്തീബും താത്തിയും കാണലാണ്. പെണ്ണുങ്ങളും ഖത്തീബും തമ്മിൽ കാണലാണ് മുറാദ്. ഇനി ആണുങ്ങൾ ഔതും കരക്കൊക്കെ ആക്കിയാലും വേണ്ടില്ല, പെണ്ണുങ്ങൾ ഔത്തേ പള്ളിക്ക് വരണം എന്നാണ്. സുഹൃത്തുക്കളെ, ഇസ്ലാമിന്റെ നവോത്ഥാനത്തെ പൂർവീകരിൽ നിന്ന് പിന്തുടരാതെ യുക്തിക്കനുസരിച്ച് രൂപപ്പെടുത്തിയെടുത്തതുകൊണ്ട് ഈ ഉമ്മത്തിനെ കടിച്ചു കീറാനും വലിച്ചു കീറാനും വഷളാക്കാനും വേണ്ടി സമുദായത്തിന്റെ ശത്രുക്കൾ ഇന്ന് ദുരുപയോഗം ചെയ്യുകയാണ്. നോക്കൂ നിങ്ങൾ, കേരളത്തിൽ പുതിയ വാർത്തകൾ സൃഷ്ടിക്കുകയാണ്. ഈ ഉമ്മത്തിനെ നാണം കെടുത്താൻ, ഈ ഉമ്മത്തിനെ നശിപ്പിച്ചു കളയാൻ. എന്താ ഈ അടുത്ത ദിവസം നമ്മൾ കേട്ട വാർത്ത? കേരളത്തിൽ ഒരു പെണ്ണിന്റെ ഖുതുബ നടന്നു എന്നാണ് ചാനലുകളും സോഷ്യൽ മീഡിയകളൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജുമാ നമസ്കാരത്തിന് നേതൃത്വം നൽകി വനിത. മലപ്പുറം വണ്ടൂരിൽ ഖുറാൻ സുന്നത്ത് സൊസൈറ്റിയുടെ കേന്ദ്ര കമ്മിറ്റി ഓഫീസിലായിരുന്നു നമസ്കാരം. സംഘടനയുടെ ജനറൽ സെക്രട്ടറി ജാമിദയാണ് ഇമാമായത്. അതെ, ജാമിദ എന്ന് പറഞ്ഞാൽ പിന്നെ അത് അങ്ങനെ തന്നെയാണ്, തലയിൽ ഒന്നുമില്ല എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ സഹോദരന്മാരെ, ഈ ഒരു അവസ്ഥയിലേക്ക് എങ്ങനെയാണ് വഹാബികൾക്ക് ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുക? ഖുതുബ പറഞ്ഞാൽ പ്രസംഗാണ്, പ്രസംഗം എന്ന് പറഞ്ഞാൽ തിരിയേണ്ടതാണ്. അപ്പം മലയാളത്തിലാണ് ആകേണ്ടത്. എന്തേ ഒരു പെണ്ണ് പ്രസംഗിച്ചാൽ അത് ഖുതുബയാകാത്തത്? എന്തേ ഒരു പെണ്ണ് പ്രസംഗിച്ചാൽ അത് ജുമയാകാത്തത്? യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ വിലക്കെടുക്കുകയാണ്. ഹാദിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി സകല പ്രതിസന്ധികളെയും പ്രതിരോധിച്ച് ഇസ്ലാമിൽ പിടിച്ചു നിന്നപ്പോ, ഹറാസ് ചെയ്യപ്പെട്ട് വീട്ടുതടങ്കലിൽ മാസങ്ങളോളം കഴിഞ്ഞപ്പോ ഫാഷിസത്തിന്റെ ഏഴാങ്കൂലിയായി ആ പെണ്ണിനെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്താൻ ആ പെണ്ണിന്റെ വീട്ടിൽ ചെന്ന ആ പെൺകുട്ടിയെ ഹറാസ് ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു പെണ്ണിനെ ഫാഷിസം വിലക്കെടുത്ത് ഈ ഉമ്മത്തിന്റെ മുഖത്ത് കരിവാരിത്തേക്കാൻ ദുരുപയോഗം ചെയ്യുകയാണ്. എന്നിട്ട് മതത്തെ പച്ചയായി വഷളാക്കുക. പക്ഷേ അതിന്റെ പേരിൽ ഈ ഉമ്മത്തിലൊന്നും സംഭവിക്കാനില്ല. കുറെ ഏഴാങ്കൂലികൾ ഈ സമുദായത്തിൽ വന്നുപോയിട്ടുണ്ട്. എന്നിട്ട് എന്താണ് ഓരോ തമാശകൾ? ഞാൻ രസത്തിനു വേണ്ടി നിങ്ങളെ കേൾപ്പിക്കാൻ, ഇത് വിഷയത്ത് കൂട്ടണ്ടങ്ങള്. ഇവിടെയൊക്കെ പ്രതിക്കൂട്ടിൽ വഹാബീസമാണ്. ഈ പമ്പർന്നോള് എന്താണ് കുറച്ചു മുമ്പ് പ്രസംഗിച്ചത്? ആ പെണ്ണ് പറഞ്ഞത് ഈ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ എന്തിനാ? അല്ല വലിയവനാണ്, അല്ല വലിയവനാണ് എന്നിങ്ങനെ പറഞ്ഞുകാണ്ട് ആൾക്കാരെ കൊണ്ട് ഇതിങ്ങനെ പറയിപ്പിച്ചത് അള്ളാന്റെ വലിയ ഗതികേടല്ലേ എന്നാ മൂപ്പത്തിയാര് പറയണേ. അള്ളാഹുവിന്റെ ഒരു ഗതികേടാണ് ഈ സൂചിപ്പിക്കുന്നത്. അള്ളാഹു ഏറ്റവും വലിയവനാണ്, അള്ളാഹു ഏറ്റവും വലിയവനാണ്, അള്ളാഹു ഏറ്റവും വലിയവനാണ്, അള്ളാഹു ഏറ്റവും വലിയവനാണ്. 1 കിലോമീറ്ററിനകത്ത് 5 പള്ളിയും 5 പ്രാവശ്യം ബാങ്കും. അള്ളാഹുവിനെ എങ്ങനെ ആരാധിക്കണം എന്ന് അള്ളാഹുവിന്റെ സൃഷ്ടിക്കാൻ. അതെ, അള്ളാനെ എങ്ങനെ ആരാധിക്കണം എന്ന് അള്ളാന്റെ സൃഷ്ടിക്കറിയാം, മൂപ്പത്തിക്കാരറിയില്ല. ഈ അള്ളാഹു അക്ബർ എന്ന് പറയിപ്പിക്കുന്നത് അള്ളാന്റെ ഗതികേടാന്ന് പറഞ്ഞ ഇപ്പൊ എമ്പറന്നോള് നിക്കരിച്ചാൻ നിന്ന് നോക്കുമ്പം വെറും അള്ളാഹു അക്ബർ ഉള്ളു.
നമ്മൾ ഇടയ്ക്കൊരു സെമി അല്ലാഹു ലിമൻ ഹമിദ തന്നെയും പറയലുണ്ട്. മൂപ്പത്തിക്ക് അതും വേണ്ട, അവിടെ അല്ലാഹു അക്ബറാണ്. നോക്കി നിങ്ങള് അല്ലാഹു അക്ബർ അങ്ങോട്ട് കൂടിയപ്പോഴേ മുമ്പൊരു ചങ്ങായി പറഞ്ഞില്ലേ, കള്ള് ഷാപ്പിന്ന് കള്ളു കുടിച്ചിട്ട് ഒരു ഗ്ലാസ് കുടിച്ചിട്ട് കുറഞ്ഞ തരിപ്പ് ഇങ്ങനെ കേറിയപ്പോ മൂപ്പര് പറഞ്ഞു, എടോ ആ കാഫർ കുടിച്ച ക്ലാസ്സിൽ കൈകാര്യാജ് കള്ള് തന്നത് എന്നതുപോലെ മൂപ്പത്തി അല്ലാഹു അക്ബർ എന്ന് പറയണേന് ആലളകിയാണ്ട് കുലുമാലുണ്ടാക്കി നിക്കരിച്ചാന്ന് നോക്കുമ്പോ സെമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞു കൊടുത്ത് മൂപ്പത്തി അല്ലാഹു അക്ബറാ പറയുന്നത്. മൂപ്പത്തിന്റെ പഠിച്ചോ എന്തായാലും വല്ലാത്ത ഗതികേടില്ല. കണ്ടങ്ങളെ, അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് വലിയ ഗതികേടാന്ന് പറഞ്ഞ ഈ താത്ത നിക്കരിച്ചാന്ന് നോക്കുമ്പോ നമ്മളൊക്കെ ഒരു സ്ഥലത്തെന്നെങ്കിലും അള്ളാനെ ഗതികേടിലാക്കാതെ സെമി അല്ലാഹു ലിമൻ ഹമിദ പറയുന്നുണ്ട്. അവിടെങ്കിലും ഒരു സുഖം കൊടുക്കുന്നുണ്ട് മൂപ്പത്തിന്റെ ഭാഷയില്. മൂപ്പത്തി നിക്കരിച്ചാന്ന് നോക്കുമ്പോ എല്ലായിടത്തും അങ്ങനെ തന്നെ. എന്നപ്പോ ഈ നിക്കാരേതാ? ഫാഷിസം ഈ ഉമ്മത്തിന്റെ മുഖത്ത് കരിവാരിത്തേക്കാൻ സ്പോൺസർ ചെയ്യുന്ന വൃത്തികേടുകൾ. ഏതെങ്കിലും ഫാസിസ്റ്റുകൾ ഇങ്ങനെയൊക്കെ ഞങ്ങളെ മതത്തിന്റെ കാര്യത്തിൽ ഇടപെടുന്നുവെങ്കിൽ വിനയത്തോടെ പറയാനുള്ളത്, നിങ്ങളാദ്യം ആ ശബരിമലയിൽ 2 പെണ്ണുങ്ങളെ കൊണ്ടുപോയിട്ട് ഒരു അവകാശം വാങ്ങിക്കൊടുക്കി. എന്നിട്ട് മതി ഞങ്ങളെ പള്ളി മീറാബക്ക് ബേക്കല് ബുക്കിളിന്റെ താഴെ പൊത്തിപ്പിടിച്ച് മൗമുമായി നിന്ന് നിക്കരിപ്പിച്ചാനൊക്കെ ആളെ കൊണ്ടെടുക്കല് അവിടെ ക്ലിയറാക്കിയിട്ട് മതി എന്ന് ഇവിടെയുള്ള നല്ല ഹിന്ദുക്കളോടല്ല പറയുന്നത്, ഇത്തരം ചില ആളുകളോട് ഞങ്ങൾ സൂചിപ്പിക്കുകയാണ്. മൂപ്പത്തിക്ക് നിക്കാരെന്ന് പറഞ്ഞാൽ എന്താണ്? അത് വെറും കുത്തിമറിച്ചിലാണ്, അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് മൂപ്പത്തി തന്നെ പറയുന്നുണ്ട്. 5 നേരം ഉച്ചയും കുത്തി മറിഞ്ഞാൽ വിജയിക്കുമെന്ന് ഖുർആനിലൂടെ നീളം തപ്പിയാലും കിട്ടില്ല. അതെ, 5 നേരം കുത്തി പറഞ്ഞാൽ വിജയിക്കുന്ന എവിടെയില്ല. മൂപ്പത്തി വിചാരിച്ചത് ഒരു വെള്ളിയാഴ്ച 4 ഫാസിസ്റ്റുകളേറ്റ് വന്ന് കുത്തി പറഞ്ഞാല് ഈ സമുദായം ഒന്നായിട്ട് അതിന് ഇൻകിലാബും ഗുലുമാലും ഉണ്ടാക്കി പിന്നാലെ കൂടി ഫാഷിസത്തിന് ഇതിലെങ്കിലും മരുന്ന് കിട്ടുന്ന കരുതിയതെങ്കിൽ മുസ്ലിമീങ്ങളെ നിങ്ങൾക്കാർക്കും അറിയില്ല എന്നാണ് അത്തരക്കാരോട് ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അപ്പോൾ ഇത് ഖുർആനിന്റെ അനുയായികൾ ഉണ്ടാക്കിയതാണോ, ശത്രുക്കൾ ഉണ്ടാക്കിയതാണോ? ഇത് ഏതായാലും ശത്രുക്കൾ ഉണ്ടാക്കിയതാണ്. ഇപ്പൊ നമ്മളെത്താത്ത കാട്ടിക്കൂട്ടിയ പരിപാടി ഉണ്ടല്ലോ, അക്കുതരളി, അതെന്തായാലും ഫാഷിസം സ്പോൺസർ ചെയ്തതാണ്. ഇങ്ങനെ ഒരു പമ്പർന്നോളെ ഈ സമുദായം കേൾക്കാൻ തുടങ്ങിയത് എന്നു മുതലാണ്? ഹാദിയ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വീട്ടുതടങ്കലും അതുമായി ബന്ധപ്പെട്ട അറാസുകളും അപകടപ്പെടുത്തലുമൊക്കെ രാജ്യത്ത് വിവാദമായപ്പോഴാണ് പലപ്പോഴും നമ്മുടെ രാജ്യത്തെ ചാനലുകൾക്ക് മാധ്യമധർമ്മത്തിന്റെ പേരിൽ ചെയ്യുന്ന ഒരു പച്ചയായ കാപട്യമുണ്ട്. പലപ്പോഴും ഇസ്ലാമിന്റെ നിലപാടുകൾ പറയുവാനും അത് വിശദീകരിക്കുവാനും ഈ രാജ്യത്ത് ഇവർ തേടിപ്പിടിച്ചു കൊണ്ടുവരാറുള്ളത് ഹമീദ് ചേന്നമംഗലൂരിനെയും എം കാരശ്ശേരിയെയും പോലെയുള്ള നിരീശ്വരവാദികളെയാണ്. അന്തിച്ചർച്ചകളിൽ ഇസ്ലാമിനെ പ്രതിനിധീകരിച്ച് എഴുന്നള്ളിക്കാറുള്ളതെങ്കിൽ അബ്ദുള്ളയും എം കാരശ്ശേരിയും ഹമീദ് ചേന്നമംഗലൂരും പോലെയുള്ള സാമുദായ മുഖ്യധാരയിലെ പുറംപോക്കിൽ ജീവിക്കുന്ന കക്ഷികളെ വലിച്ചുകൊണ്ടുവന്ന് ഈ സമുദായത്തെ വടക്കാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചില ചാനൽ പ്രവർത്തകരുടെ ഹിഡൻ അജണ്ടകൾ ഈ സമുദായത്തിനറിയാം. എത്ര പ്രാധാന്യമാണ് ചാനലുകൾ പിന്നാലെ നടക്കുകയാണ് അല്ലേ? ഇതിനെ ഹൈലൈറ്റ് ചെയ്ത് അവതരിപ്പിക്കുകയാണ്. പക്ഷേ മുസ്ലിം സമുദായം ആലോചിക്കണം, പള്ളി മിമ്പറുകളെയും മിഹ്റാബുകളെയും വടക്കാക്കി എരപ്പാക്കാനുള്ള വാതിൽ തുറന്നുകൊടുത്തത് ആരാണ്? ഈ വഹാബികളാണ്. ആ വഹാബിസം തുറന്നുവെച്ച വാതിലുകളും കവാടങ്ങളുമാണ് ഇവിടെ ഇങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകളെ രംഗത്തിറക്കി അതിന്റെ പേരിൽ ന്യായവാദങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടുള്ള പരിപാടി. ഇതൊക്കെ പറയുമ്പോ മുജാഹിദുകൾ ഇപ്പൊ പറയും, ഇങ്ങളും പെണ്ണുങ്ങളെ പള്ളി കൊണ്ടുപോകല് തുടങ്ങിയില്ലേ? നമ്മൾ കൊണ്ടുപോകൽ തുടങ്ങിയിട്ടില്ല. നമ്മളിപ്പോഴും പറയുന്ന എന്താണ്? പെണ്ണ് പള്ളിയിൽ നിന്ന് വന്ന് നിസ്കരിക്കരുത്, വീട്ടിലിരിക്കണം. എന്നാൽ ഹോസ്പിറ്റലിൽ പോയ ഒരു പെണ്ണ്, ആ പെണ്ണ് നിസ്കാരം കളാവുമെന്ന് കണ്ടാൽ പരിസരത്തെ സുഹൃത്തുക്കളുടെ വീടിലോ കിട്ടാവുന്ന പീടികയുടെ ഉള്ളിലോ സൗകര്യപ്പെട്ടെടുത്ത് നിസ്കരിക്കണം. പണ്ടത്തതിൽ നിന്ന് വ്യത്യസ്തമായി വ്യാപകമായി സ്ത്രീകൾക്ക് പല ആവശ്യങ്ങൾക്കും പുറത്തിറങ്ങേണ്ട അനിവാര്യതയുള്ള ഒരു കാലത്തെ, യാത്ര വർദ്ധിച്ച കാലത്ത് ചില NHകളിലൊക്കെ ചില മെയിൻ റോഡുകളിലൊക്കെ ചില പള്ളികൾ, അതന്നെ ഒരു പള്ളിക്ക് എല്ലാ പള്ളിയിലും ഇങ്ങനെ മൂത്രപ്പരുണ്ടാക്കണ മാതിരി പെണ്ണുങ്ങൾക്ക് റൂം ഉണ്ടാക്കണം എന്നാരും മനസ്സിലാക്കണ്ട. അതൊക്കെ അത്യാവശ്യമുള്ളിടത്ത് അനിവാര്യമുള്ളിടത്ത് ചെയ്യേണ്ട ഒരു സംഗതി. അങ്ങനെ ചെയ്യുന്ന ഒരു സൗകര്യമുണ്ട്, സ്ത്രീകൾക്ക് പ്രത്യേകമായി നിസ്കരിക്കാനുള്ള സൗകര്യം. അതും പള്ളിയും തമ്മിൽ ആനയും അണ്ണാനും തമ്മിലുള്ള വ്യത്യാസമുണ്ടെന്ന് മൂക്ക് കീപ്പട്ടായവർക്കൊക്കെ അറിയാം. പക്ഷെ അതിനെ പൊക്കിപ്പിടിച്ച് മുജാഹിദ് മൗലവി വിഷയത്തെ കോട്ടിമാറ്റാണ്. എന്നിട്ട് പെണ്ണുങ്ങൾക്ക് യാത്രക്കാരായ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സ്ഥലം, യാത്രക്കാരല്ലാത്ത നിസ്കരിക്കാൻ വന്നാൽ എന്താ മൂക്ക് കുറിച്ചോ?
പറയുകയാണെങ്കിൽ എങ്ങനെയാ പറയാ? ഇയാളിപ്പോ ചോദിക്കുകയാണ്, യാത്രക്കാരികൾക്ക് മാത്രം ഉണ്ടാക്കിയ ആ റൂമുക്ക് യാത്രക്കാരികളല്ലാത്ത പെണ്ണുങ്ങൾ വന്ന് നിങ്ങൾ എന്താ കാട്ടുക? വരുന്ന പെണ്ണുങ്ങൾ യാത്രക്കാരാണോ അല്ലേ അറിയാം? നിങ്ങൾ എന്താ ടിക്കറ്റ് ചോദിച്ചാലാണോ? നമ്മളെ വിഷയം ടിക്കറ്റ് ചോദിച്ചാൽ തീരും. പക്ഷേ മുജാഹിദുകൾ എന്താ കാട്ടുക? ഹൈദും നിഫാസുള്ള പെണ്ണുങ്ങളെപ്പോ ഏതായാലും മുജാഹിദ് പള്ളിയൊക്കെ കൊണ്ടുപോകലില്ല. ഒരൈലുള്ള താത്ത നിക്കാരക്കുപ്പായെടുത്ത് വെള്ളിയാഴ്ച വന്ന എന്താ ബല് കാട്ടുക? അതാണ് ഞങ്ങളും കാട്ടുക. ഇനിയിപ്പോ അതല്ലല്ലോ സുഹൃത്തുക്കളെ, ഈ സംഗതി ടിക്കറ്റുമ്മ കാണാൻ കഴിയൂലല്ലോ. അപ്പൊ വെള്ളിയാഴ്ച രാവിലെ പെണ്ണുങ്ങളെ റൂമിന്റെ വരാന്തയിൽ ഒരു കള്ളിത്തുണിയും ബനിയനും കൊടുത്ത് ഖത്തീബ് ഇങ്ങനെ നിൽക്കുക, മുജാഹിദ് മൗലവി. എന്നിട്ട് പെണ്ണുങ്ങൾ ഇങ്ങനെ വരുമ്പോ ചോദിക്കുക, അല്ലത്താത്ത എന്താപ്പന്റെ വർത്തമാനം, അൻകറ്റത് ഉണ്ടോ ഒന്നൊന്ന് പൊന്തിച്ചാന്ന് ചോദിക്കണ്ടേ ഇയാളെ ഭാഷയിലേ? പക്ഷെ അങ്ങനെ മറുപടി പറയാൻ നമുക്ക് കഴിയില്ല. ഈജിപ്ത്യൻ യുക്തിവാദത്തിന്റെ ചുവട് പിടിച്ച് ഇസ്ലാമിക മൂല്യങ്ങളെ വികലമാക്കിയതിന്റെ ദുരന്തങ്ങൾ ഈ ഉമ്മത്തിനെ കരിവാരിത്തേക്കാനും കുതിര കയറാനും കാനേഷുമാരി മാപ്പിളമാരെ വിലക്കെടുത്തുകൊണ്ട് ഫാസിസ്റ്റുകളും മുസ്ലിം വിരുദ്ധരും ദുരുപയോഗം ചെയ്യുന്ന ചിത്രം അതിന് കവാടം തുറന്നു കൊടുത്തതാരാണ്?